you have such clarity, you have such confidence, and you're not afraid to own your failures. ഒബ്സർവേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെ കാണുക, എസ്പെഷ്യലി ബിസിനസ് നോക്കുക, അങ്ങനത്തെ ഒരു രീതി ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കും എന്താ നിന്റെ പഠിപ്പെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇതങ്ങ് കത്തിച്ച് കളഞ്ഞ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ കോച്ചിങ് അപ്ലീസ് എടുത്തങ്ങ് കത്തിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയില്ല, ചിന്തയില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ വേറിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റി. ഈ വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ താല്പര്യം. ചെറുപ്പത്തിൽ ഞാൻ റിബലായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ പള്ളിയിൽ പോവുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ കുരുത്തം കെട്ട ചോദ്യം ചോദിക്കാന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ അങ്ങനെ ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം വീട്ടിലുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 5 കോടി രൂപയാണ് എൻ്റെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഞാൻ മാനേജ് ചെയ്യുന്ന അസറ്റ് ആയിരുന്നു. ഇത് വിത്തിൻ ഒരു 2 വീക്സ് ഇത് 2.5 കോടിയായി. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ സേ. നമ്മൾ ഏത് സോഷ്യൽ ഫോറത്തിൽ പോകുമ്പോൾ പറയാം ഭയങ്കര ശല്യം ആൾക്കാർ വിളിച്ചിട്ട്. 99% ബിസിനസ്സുകാർ സെൻസിബിളാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ കിട്ടുന്നില്ല, നമ്മുടെ അസോസിയേറ്റ്സ് ശരിയല്ല, 100 കണക്കിന് കാര്യങ്ങൾ പറയും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പലപ്പോഴും ഈ എൻ്റർപ്രന്യൂർ തന്നെയാണ്. Consulting in business often involves a lot of theories and frameworks. Our guest for today, Jimson David, who is a co-founder of Navion Wealth and also the director at Handhold Consulting, is someone who has failed, rebuilt and walked the path he advises others on today. This conversation is about the earned credibility, not with the credentials that often come with the conventional education, but the one that comes through earned experience. Let's dive right into it. ജിംസൺ ചേട്ടാ, വെൽക്കം ടു അവർ ഷോ. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. വീവ് സാറ്റ് ഓൺ മെനി അതർ ഒക്കേഷൻസ്. നമ്മൾ ഒത്തിരി കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആൻഡ് വെൻ ഐ ജസ്റ്റ് തിങ്ക് ഓഫ് യു, എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സിംപ്ലി സേ യു ആർ എ കോൺട്രേറിയൻ. അത് നമ്മളിപ്പം ഈ കൺസൾട്ടിങ് ആണെങ്കിലും ഫൈനാൻസ് ആണെങ്കിലും വി ഹിയർ ലോട്ട് ഓഫ് ഗുരൂസ് preach different things, okay, and you are one of the few that I've observed to have walked the talk. Abam, you have such clarity, you have such confidence, and you are not afraid to own your failures. അപ്പോൾ ചേട്ടൻ്റെ ഏർലിയർ ഓൺ അപ്ബ്രിങ്ങിങ്ങിലേക്ക് നമുക്കൊന്ന് ആദ്യം വരാം. സോ ഹൗ യു അറൈവ്ഡ് ഇൻ ടു ദിസ് പ്രാക്ടീസ് എന്നുള്ളതും how now you are adding value to founders and their ecosystems എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ലെറ്റ്സ് ജസ്റ്റ് ബിഗിൻ വിത്ത് ഹൗ ഇറ്റ് ഓൾ ബിഗാൻ. ഈ ഇന്ന് ജിംസൺ ഡേവിഡ് എന്ന് പറയുന്ന ഈ പ്രൊഫഷണലിന് മുമ്പ് ഈ വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ താല്പര്യം. അപ്പോൾ അതിലേക്ക് ഒന്ന് വിൽ ജസ്റ്റ് ഗോ. എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ ശരിക്കും കുന്നംകുളത്തു നിന്നൊരു 10 കിലോമീറ്റർ മാറി പെങ്ങാമുക്ക് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ്. മലബാറിൻ്റെയും പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ ബോർഡറായിട്ടൊരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് അത്. ഫാദറും മദറൊക്കെ ടീച്ചേഴ്സായിരുന്നു. അവർ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ, വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഈ അടയ്ക്ക, അങ്ങനത്തെ നെല്ല്, ഇങ്ങനത്തെ ഫാമുകളും കാര്യങ്ങളൊക്കെയാണ്. ഫാദറൊക്കെ ശരിക്കും ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. പുള്ളി പഠിപ്പിക്കലും വളരെ എന്താ പറയുന്നത് അക്കാഡമിക് ആയിട്ടുള്ള ഒരാളാണ്. അമ്മയും കുറച്ച്, പക്ഷേ അമ്മയുടെ ഫാമിലി മൊത്തം ബിസിനസ്സുകാരാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഫാദർ തുടങ്ങി അമ്മയുടെ ആങ്ങളമാരെല്ലാം തന്നെ ബിസിനസ്സുകാരാണ്. അപ്പോൾ അതെൻ്റെ രക്തത്തിലുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. ഈ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠനത്തിൽ വല്ലാത്തൊരു നിർബന്ധ ബുദ്ധി എൻ്റെ അച്ഛനും അമ്മയും കാണിച്ചിട്ടില്ല. എനിക്കിഷ്ടമുള്ള പഠിക്കാം, ഒരു പരിധി വിട്ട് പാർക്കുകൾക്ക് വല്ലാത്ത പ്രാധാന്യം, അങ്ങനത്തെ ഒരു രീതികളുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ വേറിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റി. ചെറുപ്പത്തിൽ ഞാൻ റിബലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ പള്ളിയിൽ പോവുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ കുരുത്തം കെട്ട ചോദ്യം ചോദിക്കാന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം വീട്ടിലുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു നമ്മുടെ അപ്ബ്രിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വഹിച്ചു. പിന്നെ ഒരു ഗ്രാമപ്രദേശങ്ങളിലെ ഒരു ജീവിതവും, അപ്പം നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്. ചുറ്റുപാടുകൾ കാണുകയും പ്രായമുള്ള ആൾക്കാരെ കാണുകയും കർഷക ആയിട്ടുള്ള ആളുകളെ കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു സംഗതിയുണ്ട്. അതേസമയം വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസമാണ് കിട്ടിയത്. ഞാൻ ചെറുപ്പത്തിലൊക്കെ പഠിച്ച നിക്കോൾസൺ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു. കുറച്ചൊക്കെ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷമുള്ള അങ്ങനത്തെ ടീച്ചേഴ്സാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നീട് ഒരു ബദനി എന്ന് പറഞ്ഞ സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ബസ് കയറിയിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഒരിക്കലും അങ്ങനെ വിടില്ല.
8-10 കിലോമീറ്റർ ബസ്സിൽ കയറുന്നു, അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടന്നു പോകുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ലോകവുമായിട്ട് നന്നായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്രൗണ്ടഡ് ആയിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പം നമ്മളൊന്നും ക്ലാസ്സിൽ കയറിയല്ല. അപ്പം പഠനം പലപ്പോഴും പുറത്താണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. അപ്പം തന്നെ നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകളും ട്രേഡിങ്ങുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയും ഒബ്സർവേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെ കാണുക, എസ്പെഷ്യലി ബിസിനസ് നോക്കുക, അങ്ങനത്തെ ഒരു രീതി ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നു. പ്രായത്തിലായിരുന്നു ഇതെനിക്ക് തോന്നുന്നു വളരെ ഒരു 14-15 വയസ്സ് തൊട്ടിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് നോക്കും. അപ്പോൾ എന്ത് സംഗതി കിട്ടിയില്ല ഫ്രണ്ട്സ്, ആദ്യത്തെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ ട്രേഡിംഗ് ആണത്. ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങുന്നു, അന്നത്തെ കാലത്ത് കിട്ടാത്ത ഒരു സാധനം ടൗണിൽ കിട്ടുവാണെങ്കിൽ അതെടുത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനത്തെ ഒരു ചെറിയ പ്രോഫിറ്റുകൾസ് കിട്ടും. അത് ഭയങ്കര ഒരു കിക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറേശ്ശെ ഈ സംഗതികൾ വളർന്ന് അത് ശരിക്കും പറഞ്ഞ ബിസിനസിന്റെ ഒരു അടിസ്ഥാനമാണെന്ന് എനിക്ക് തോന്നി. അത് ശരിക്കും ആ പീരീഡിലാണ്, ശരിക്കും ചെറുപ്പത്തിൽ അതാണ് എൻ്റെ ഒരു ഓർമ്മകളുള്ളത് ശരിക്കും. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് വെൻ ഡിഡ് യു ഫോറേ ഇൻ ടു ഫൈനാൻസ് ഓർ അതിനു മുമ്പ് ചേട്ടൻ്റെ വർക്കിംഗ് ഇയേഴ്സ് എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞ BCom ആണ് ചെയ്തത്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ BComൽ രജിസ്റ്റർ ചെയ്തു. ഫസ്റ്റ് ഇയറിൽ അവിടെ ഒരു കോളേജിൽ ചേർന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 3 വർഷം ഇരുന്ന് പഠിക്കാനുള്ള സംഗതി ഒന്നും ഇവിടെ ഇല്ല എന്ന്. കാരണം എനിക്ക് എക്സാം എഴുതിയ പാസ്സാവുന്ന ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ കച്ചവടം തുടങ്ങി. പിന്നെ കുറേശ്ശെ നമ്മുടെ ബിസിനസ് പല കിട്ടാവുന്ന സംഗതിയിൽ ട്രേഡിംഗ് എല്ലാം, ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങളാവും, അങ്ങനെ സാധനങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുത്തൊരു മാർജിൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോൾ ഞാൻ CMA ICW എന്ന് പറയുന്ന അതിൻ്റെ കോഴ്സിൻ്റെ അന്ന് ഫൗണ്ടേഷൻ പാസ്സായി. അപ്പോൾ എറണാകുളം വലിയൊരു ലോകമാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം BComന് ഞാൻ അപ്പോൾ ആ സമയത്ത് ക്ലാസ്സിന് പോകുമ്പം ഞാനന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ എക്സാം മറ്റേ ക്ലാസ്സുകളിൽ പോകുമ്പോൾ അവർ പ്രോബ്ലം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കൂടെ 5-8 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ 5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് നടക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇവർ കുറച്ച് സമയം കഴിഞ്ഞ് ഇവർ ഒന്ന് പറയാൻ തുടങ്ങി, ജിംസ നീ ഇത് ആദ്യമേ ചെയ്ത് തീർത്താൽ ഞങ്ങൾക്കിത് മനസ്സിലാവണില്ല, മാഷ് ഇത് അടുത്തെടുക്കാൻ തുടങ്ങുക, ഇത് ശരിയാവില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പഠിപ്പിക്കാം, നീ ഇപ്പം എത്ര ഫീസ് കൊടുക്കണേ, 100 രൂപയല്ലേ, എനിക്ക് 50 രൂപ വന്നാൽ മതി എന്ന് പറഞ്ഞ് 2-3 പേരെ ഞാൻ എടുത്തങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇവർ പാസ്സായി. അപ്പം എൻ്റെ കൂടെ തീരുമാനമായി. അപ്പോൾ നമ്മളിത് പഠിക്കുകയാണ്, ഇതിൻ്റെ ഒപ്പം പഠിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ സംഗതി വളരെ ക്ലാരിറ്റി വരികയും ചെയ്യും. നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുകയും ചെയ്യും. ഒപ്പം അവർക്ക് ഗുണകരമായിട്ടൊരു കാര്യം. അപ്പോൾ BCom ശരിക്കും അങ്ങനെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. CMA ഇൻ്റർമീഡിയറ്റ് ഒക്കെ പാസ്സായി. പിന്നെ ഫൈനലി പറഞ്ഞതുപോലെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് അഗ്രിഗേറ്റിൻ്റെ മുകളിലൊരു പ്രശ്നം ഉണ്ടായിട്ട് 200 മാർക്ക് കിട്ടണം. എന്നാൽ എനിക്ക് കോസ്റ്റിങ്ങിലും അക്കൗണ്ടിങ്ങിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും ഒക്കെ നല്ല മാർക്കാണ്. അന്ന് ഒരു തിയറി പേപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഉണ്ട്. എനിക്ക് ഇപ്പോഴാ പേപ്പർ എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല, ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളായിരുന്നു അന്നത് ആദ്യം. കാരണം 98-ലെ കഥയായി പറയണം, 97-ലൊക്കെ അന്നൊന്നും കമ്പ്യൂട്ടർ തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ തിയറി എന്താ, കമ്പ്യൂട്ടർ എന്താണ്, സ്ക്രീൻ എന്താണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തിയറിയാണ്. ഇതിന് എനിക്ക് 9 മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ അത് റീവാലുവേഷൻ കൊടുത്തു. അവരൊരു മാറ്റവും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ അന്നെടുത്ത് ഇതെല്ലാം അവസാനിപ്പിച്ചു. ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണെന്നാണ് എൻ്റെ തോന്നുന്നത്. കാരണം ഒരുപാട് എഡ്യൂക്കേഷനിൽ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് പോകുമ്പോൾ വേറിട്ട് ചിന്തിക്കാനും പലപ്പോഴും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മൾ കുറേ നിയമങ്ങൾക്ക് അകത്ത് നിൽക്കും. ബിസിനസ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് തിയറിറ്റിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല വേണ്ടത്. ഇന്ന കാര്യം ഇങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചത് അതേപോലെ പറഞ്ഞു കൊടുത്ത ബിസിനസ്സുകാർക്ക് ഒരു സംഭവം നടക്കില്ല. നമുക്ക് ആ സമയത്ത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് എന്ന രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. അത് പലപ്പോഴും തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കും, കോൺട്രോറിയൻ ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചാലേ അത് പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇപ്പം ഈയിടെ ഞാനൊരു ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കണ്ടതാണ്, ചേട്ടൻ ഈ പറയുന്ന പോലെ ആ സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ സംഭവം? അതെന്താണെന്ന് വെച്ചാൽ ഈ CWA നമ്മൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് ഫൈനൽ എഴുതണമെങ്കിൽ ഒരു കോച്ചിങ് കംപ്ലീഷൻ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പീരീഡ് ഉണ്ട് ശരിക്കും. അപ്പോൾ ഈ 1 ഇയർ കഴിഞ്ഞാൽ ഈ കോച്ചിങ് വീണ്ടും നമ്മൾ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ ഈ പീരീഡ് ആദ്യത്തെ ഒരു 6 മാസമൊക്കെ അന്ന് കുറച്ച് ഫിലോസഫിയൊക്കെ തലക്കി പിടിച്ചിരുന്ന് വായിക്കുകയും പ്രിൻസിപ്പൽ ഉപനിഷത്തും അങ്ങനെ കുറേ ഇന്ത്യൻ ഫിലോസഫിയൊക്കെ വായിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതുന്ന ഒരു കണക്കാണ്. അതിനിടയ്ക്ക് ബിസിനസ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഒരു പ്രാവശ്യം എഴുതിയത്. സെക്കൻഡ് ടൈം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടായത്. അത് കഴിഞ്ഞ് അടുത്ത എക്സാം ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ കോച്ചിങ് കംപ്ലീഷന് പോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഇതിന് പഠിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം എൻ്റെ പല സുഹൃത്തുക്കളും പഠിച്ച് മൂക്കിൽ വലിയ വരുന്നില്ല, അതുപോലെ പഠിക്കും. എന്നിട്ട് 38 വയസ്സ് 40 വയസ്സിലൊക്കെ CA എടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്.
അപ്പോൾ എനിക്കൊരു ടെംപ്റ്റേഷൻ വരും. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കും എന്തായാലും നിന്റെ പഠിപ്പെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇതങ്ങ് കത്തിച്ച് കളഞ്ഞ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ കോച്ചിങ് കംപ്ലീറ്റ് എടുത്ത് കത്തിച്ച് കളഞ്ഞു. അതിൻ്റെ വാലിഡിറ്റി ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. പക്ഷെ ഇത് കൊടുത്താലേ അടുത്ത് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ആ പുസ്തകമൊക്കെ എടുത്ത് വിറ്റ് ചെയ്യാൻ. അപ്പോൾ പിന്നെ നമുക്കതിനെക്കുറിച്ച് ചർച്ചയില്ല, ചിന്തയില്ലല്ലോ. അപ്പം ഞാൻ ഇനി ജോലി ചെയ്തിട്ട് മുന്നോട്ട് പോകാം, പിന്നെ എന്തെങ്കിലും കാലത്ത് പഠിക്കേണ്ടി വന്നാൽ പഠിക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഹരിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഐ നെവർ അലൗഡ് മൈ സ്കൂളിംഗ് ടു കം ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. അപ്പോൾ ചില കേസുകളിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂളിംഗ് സിസ്റ്റത്തിനകത്തോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തോ മാത്രം ആയിക്കോളണം, നിൽക്കേണ്ട കാര്യമല്ല. ക്യാൻ ബി ഔട്ട് ഇൻ ദ വേൾഡ്. അപ്പോൾ അത് കഴിഞ്ഞ് ജോലിയിൽ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ചു കാലം ചോളമണ്ഡലം ഫിനാൻസിൻ്റെ ഇതായിരുന്നു. അതിൻ്റെ ഒരു ഇടയ്ക്കൊരു പീരീഡിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ തുടങ്ങിയ ഒരു ബിസിനസ്സിനകത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതിലൊരു കൺസൾട്ടിങ് ലെവലിലാണ് ഇടപെട്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്, ദർ ഇസ് സം പ്രോബ്ലം ഓഫ് കെമിസ്ട്രി ബിറ്റ്വീൻ യു ടു എന്ന് ഞാനൊരു അഡ്വൈസ് ഇദ്ദേഹത്തിനോട് പറയുണ്ടായി. രണ്ടുപേരും പറഞ്ഞു, രണ്ടുപേരും മോശക്കാരായിട്ടല്ല, ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവർ വളരെ സ്നേഹമായിരുന്നു അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട രീതിയിൽ ഞാനത് ഇടപെട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മുട്ടുമടക്കി വന്നു. അപ്പോൾ ഇവർക്ക് പിരിയേണ്ട ഒരു ആവശ്യം വന്നു, ഇത് പരസ്പരം പിരിയേണ്ട ആവശ്യം വന്നു. അപ്പോൾ കൂടിച്ചേരാൻ ഭയങ്കര എളുപ്പമാണ്, പിരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും കുറേ പ്രശ്നങ്ങളും ബാഗേജൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരുടെ വാല്യുവേഷൻ, ലയബിലിറ്റീസ്, ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. പുള്ളിയുടെ ഫാദർ അന്ന് റിട്ടയർഡ് മനുഷ്യനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നത്, നമുക്കൊരു റൂമിൽ കയറിയിരിക്കാം, ഈ മുറി പൂട്ടിയിട്ട് പുറത്തിറങ്ങുന്ന സ്ഥിതി വരണമെങ്കിൽ നമ്മളത് സെറ്റിൽ ചെയ്യണം, ആ ഒരു കണ്ടീഷൻ. രണ്ടാമത്തത് 2000 രൂപ വെച്ച് എനിക്ക് രണ്ടുപേരും ഫീസ് തരണം. 98-99 കഥ കേട്ടോ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ മുറിയിൽ പൂട്ടിയിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ തീരുമാനിക്കുന്ന കാര്യം നടത്തിയില്ലെങ്കിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ വരും. ഇത് 3 കണ്ടീഷൻ വെച്ചുകൊണ്ടിരുന്നു. കാലത്ത് 9 മണിക്ക് ഒരു മുറി അന്നത്തെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട്, ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. കാലത്ത് 9 മണിക്ക് കയറി രാത്രി 11 മണിക്ക് കൈ കൊടുത്ത് വൃത്തിയായിട്ട് അവസാനിച്ചു. ഇതൊരു ഭംഗിയായിട്ടുള്ള സാധനമാണ്. ഇതിൽ നമ്മൾ അവരുടെ ബ്രാൻഡ് വാല്യൂ ചെയ്തു, അവരുടെ ഗുഡ് വിൽ എടുത്തു, ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ ദേ വർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ചേട്ടന് അങ്ങനെ ഒരു എക്സ്പോഷർ ആ ഫോർമേറ്റീവ് ഇയേഴ്സിൽ എവിടെ നിന്നാണ് കിട്ടിയത്? അതൊരു സിറ്റുവേഷൻ അതൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ രക്തത്തിലുള്ളൊരു കാര്യമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംസാരിക്കുന്നത് എനിക്ക് പണ്ടും ഇഷ്ടമാണ്, മനുഷ്യരെ വാച്ച് ചെയ്യുന്നത് ഇഷ്ടമാണ്, വായിക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കൊരു മെച്യൂരിറ്റി എന്നോ എന്തെങ്കിലും പറയാവുന്ന ആ രീതിയിലുള്ളൊരു ചില കാര്യങ്ങളിലൊരു ഇൻസൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ഈ കുന്നംകുളം ബിസിനസ്സുകാരെന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പല ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയും. പക്ഷേ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇവർ ഷാർപ്പാണ് ഈ കണക്കിൻ്റെ കാര്യത്തിൽ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മെൻ്റൽ മാത്തമാറ്റിക്സിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിലൊക്കെ വളരെ അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീൻസിൽ കിടക്കുന്നുണ്ടാവണം. അപ്പോൾ ഇത് നമ്മൾ പിന്നെ പറയുന്ന രീതിയും അത് അട്രാക്റ്റീവ് ശരിയായതുകൊണ്ടായിരിക്കണം അവരത് അംഗീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ പിന്നീട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് വന്നു, മുന്നോട്ട് പോകുന്നതിന് സഹായിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് കാലങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ 2-3 പ്രൊജക്ട്സ്, വലിയ പ്രൊജക്ട്സ് എടുത്തു. ആ സമയത്താണ് 2001 ക്രാഷ് ഉണ്ടാവും, നമ്മുടെ ട്വിൻ ടവേഴ്സൊക്കെ ഇതാകുക. ആ സമയത്ത് ഒരു വേൾഡ് ഇക്കണോമി തന്നെ സ്ലോ ഡൗണിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം എനിക്കന്നൊരു കോസ്റ്റ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേരെ കൂടെ നിർത്തിയിട്ട് ഒരു സ്ട്രക്ചർ പോലെ ഡെവലപ്പ് ചെയ്തിരുന്നു. അന്ന് ഈ കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞ സംഗതി ഒന്നും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലുള്ള കാശ് നശിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഞാനന്ന് തീരുമാനിച്ച് ലെറ്റ് മീ ഗോ ഫോർ എ ജോബ്. അങ്ങനെയാണ് ചോളമണ്ഡലത്തിൽ പോയത്. അപ്പോൾ ഞാനന്ന് ഈ ചോളമണ്ഡലത്തിന് വേണ്ടിയിട്ട് ചോളമണ്ഡലത്തു നിന്നും അതുപോലെ പല കമ്പനീസിൽ നിന്നും ലോൺസ് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിൽ നമുക്ക് 2 കോടി 3 കോടിയൊക്കെ TH എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്ത് കുറേ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ICICI ബാങ്കിൽ ടെസ്റ്റ് എഴുതാൻ പോയിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ടെസ്റ്റിൽ മോശമില്ലാത്തതുകൊണ്ട് ബോർഡിൽ ചെന്നപ്പോൾ അവിടെ ബോർഡിലിരിക്കുന്ന ആളുണ്ട്, സാർ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഐ ഡോണ്ട് നോ വാട്ട് ആർ യു ഡൂയിങ് ജിംസ്, ദിസ് നോട്ട് എ ജോബ് ഫോർ യു, ഇത് സാധാരണ ജോബാണ്, യു കം ഔട്ട് സൈഡ് എന്ന്. പുള്ളി പറഞ്ഞു, യു ക്യാൻ ബി ദ ക്രെഡിറ്റ് മാനേജർ ഓഫ് ചോളമണ്ഡലം. ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. പുള്ളിയുടെ ഫ്രണ്ടാണെന്ന് സോണൽ മാനേജർ. പുള്ളി വിളിച്ച് പറഞ്ഞു, ദ വെരി നെക്സ്റ്റ് വീക്ക് ഐ ജോയിൻഡ് ആസ് ക്രെഡിറ്റ് ഹെഡ് ഫോർ ചോളമണ്ഡലം. അവിടെ 1 വർഷത്തോളം ജോലി ചെയ്തു. പിന്നീട് HDFC ബാങ്കിലേക്ക് പോയി. HDFC ബാങ്കിൽ നിയർലി ഒരു 1 ഇയർ വർക്ക് ചെയ്തു. അവിടെ ക്രെഡിറ്റിലായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റ് കൾച്ചർ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ HDFCയുടെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഇപ്പോൾ ഒരു ലോൺ കൊടുക്കാനായിട്ട് എനിക്ക് റൈറ്റ് ഉണ്ട്, എനിക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. സപ്പോസ് 10 lakhs ആണ് ആ ലിമിറ്റ്.
ഈ 10 lakhs കഴിഞ്ഞ് 10,01,000 ആയാൽ ഞാൻ ഈ ഫയൽ അയക്കണം. എന്നിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് അവർ അപ്രൂവ് ചെയ്ത് വന്നാലേ ഈ 10,01,000 എനിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനത് ഒപ്പിട്ട് കൊടുക്കും. ഈ 10 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ 1000 കൂടെ കൊടുത്തുകൂടെ? പക്ഷെ നിയമത്തിൽ അവരുടെ റൂളിൽ ഇത് പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി HDFC റൂൾ തെറ്റായിട്ടല്ല, എനിക്കിത് പാലിക്കാൻ പറ്റില്ല. പിന്നെ അവർക്കും നമുക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഒരു ദിവസം ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2004 നമ്മൾ ഇറങ്ങണത് ശരിക്കും പറഞ്ഞത്. ഇപ്പം 21 years ആയി. ഫ്രം ദെൻ ഓൺ ഐ ഹാവ് ഡൺ തിങ്സ് ഓൺ. പിന്നെയാണോ മറ്റേ നവിയോൺ എന്ന് പറയുന്ന കമ്പനി? ഇൻവെസ്റ്റ്മെന്റ് ഡിവിഷനാണ് നമ്മൾ ശരിക്കും. അതിനു മുമ്പ് നമ്മൾ ഈ കൺസൾട്ടിങ് ചെയ്തിരുന്നു. കൺസൾട്ടിങ് നമ്മുടെ തലയിൽ എപ്പോഴും. അപ്പം നമ്മുടെ ഇപ്പം ഇഫ് യു ആസ്ക് മീ ടു വാട്ട് ഐ ആം, എൻ്റെ ഏറ്റവും വലിയൊരു ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നർച്ചറിങ് പീപ്പിൾ ആൻഡ് ഹാൻഡ് ഹോൾഡിങ് ദം ടു റീച്ച് ദിയർ ഡ്രീംസ് എന്നുള്ളതാണ്. വെദർ ഇറ്റ് ഈസ് ഇൻ ബിസിനസ് ഓർ ഇൻ പേഴ്സണൽ ഫിനാൻസ്. ഇത് നമ്മുടെ രക്തത്തിലുള്ളൊരു കാര്യമാണ്, നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളന്ന് ഈ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ആളുകൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വാട്ട് ആർ യു ഡൂയിങ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് ആൾക്കാർ മാറാൻ തുടങ്ങും. അവിടെ ആൾ കാണില്ല. കാരണം ഇൻഷുറൻസ് ആണ് വിൽക്കാൻ പോണേന്ന് അവന് ഉറപ്പാണ്. അപ്പോൾ ദാറ്റ് വാസ് എ സിനാറിയോ. അപ്പോൾ നോബഡി വാസ് ടോക്കിംഗ് അബൌട്ട് മ്യൂച്വൽ ഫണ്ട്സ്. ഇൻഷുറൻസ് അന്ന് 30% 40% കമ്മീഷൻ വാങ്ങി ഉപദ്രവിച്ചു കൊണ്ടിരുന്നൊരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് അന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എഡ്യൂക്കേറ്റിംഗ് ദ കസ്റ്റമർ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്, എന്താണ്. അപ്പോൾ തൃശ്ശൂർ പോലത്തെ സ്ഥലത്തിരുന്നുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ ഒരു സോഷ്യൽ കണക്ഷൻ ഒന്നുമില്ലാതെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ടുകൊണ്ടും റെഫറൻസോടും കൂടിയാണ് നമ്മൾ വളരുന്നത് ശരിക്കും. അപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം 2005 നമ്മൾ തുടങ്ങുന്നു. 2008 ആയി കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് ഉണ്ടായി. അന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് 5 കോടി രൂപയാണ് എൻ്റെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. ഞാൻ മാനേജ് ചെയ്യുന്ന അസറ്റ് ആയിരുന്നു. ഇത് വിത്തിൻ ഒരു 2 weeks ഇത് 2.5 കോടിയായി. മാർക്കറ്റ് ഒരു ദിവസം 2 പ്രാവശ്യം സീലിംഗ് അടിച്ച് ഡൗൺ സീലിംഗ് അടിച്ച് ക്ലോസ് ചെയ്തു. അതുപോലെ 2008 സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ വീണ്ടും ഇത് ബിൽഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ പിന്നീട് അത് പതുക്കെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ്. അതിന് ഒരു ഓർഗാനിക് ആയിട്ടുണ്ടായ ഗ്രോത്ത് ആണ്. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ 2015, 2018 ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്ക് താല്പര്യം വരുന്നൊരു സംഗതിയായി. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു മാറ്റം നമ്മൾ രണ്ടിൻ്റെ ഇതിലും കണ്ടു. അപ്പോൾ ഈ 20 years വി ഹാഡ് ബീൻ ഡൂയിങ് ബോത്ത് ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടിങ് ആസ് വെൽ ആസ് മാനേജ്മെന്റ് കൺസൾട്ടിങ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചേട്ടൻ ഏകദേശം എത്ര ബിസിനസ് മോഡൽസ് ഇതുവരെ കണ്ടു കാണും? നമ്മൾ ശരിക്കും ക്ലോസ് ആയിട്ട് ഇടപെട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബിറ്റ്വീൻ ഒരു 100 to 150, എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. പലപ്പോഴും പല സംഗതികൾ ഇപ്പോൾ നമുക്ക് വെറും അഡ്വൈസറി മാത്രമായിട്ട് വരും. ചിലതൊരു പ്രൊജക്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ടായിരിക്കും, ചിലത് ഡീപ്പായിട്ട് പോകേണ്ടി വരും ഓർഗനൈസേഷനകത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു 100 ബിസിനസ് എങ്കിലും നമ്മൾ അതിനകത്ത് കയറി കൃത്യമായിട്ട് ചെയ്ത് ഇടപെട്ട് എന്തെങ്കിലും രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്ത് ഒരു ചേഞ്ച് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റോ കൊണ്ടുവന്ന ബിസിനസ്സുണ്ട്. ഇതല്ലാതെ ഇത് ഞാൻ പലപ്പോഴും ബാക്കിയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ദ പീപ്പിൾ ഐ ഹവ് കം അക്രോസ് ബ്രീഫ്ലി ചേഞ്ച് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇതെൻ്റെ രക്തത്തിലുള്ളതെന്നൊക്കെ പറയുമ്പോൾ യു കൈൻഡ് ഓഫ് ഗെറ്റ് ഇൻ സൈഡ് യുവർ ഹെഡ് ആൻഡ് ആസ്ക് ഹൗ. പക്ഷേ ചേട്ടൻ പറയുമ്പോൾ ഐ ആക്ച്വലി ബിലീവ് യു. ആൻഡ് ഇത്രയും അധികം ബിസിനസ് മോഡൽസ് കണ്ട ഒരാൾ, ആൻഡ് ഐ റിമെമ്പർ അവർ ഏർലിയർ കോൺവെർസേഷൻസ് അബൌട്ട് ചേട്ടൻ പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു ഹെൽപ്പ് ഫൗണ്ടേഴ്സ് സ്ലീപ്പ് മോർ. അവർ കൂടുതൽ ഉറങ്ങണം എന്നാണ്, അതിലാണ് എൻ്റെ ഫോക്കസ് എന്നുള്ളത്. ആൻഡ് യു ആക്ച്വലി ഷെയർഡ് ഹൗ യു ഡിഡ് ദാറ്റ്. അതിലേക്ക് കുറച്ച് ലൈറ്റ് ഇടാവാം. ശരിക്കും നമ്മുടെ ഈ സിഗരറ്റിൻ്റെ പാണിക പോലെ ശരിക്കും ബിസിനസ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ബിസിനസ് പലപ്പോഴും നമ്മളറിയാതെ നമുക്ക് വല്ലാത്ത ടോൾ എടുക്കും നമ്മുടെ ജീവിതത്തിനകത്ത്. അപ്പം എവറിബഡി ഈസ് നോട്ട് കട്ട് ഫോർ ദാറ്റ്. അപ്പം നമ്മളൊരു 100 എൻ്റർപ്രന്യൂഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 5% ആളുകളെ ശരിക്കും ട്രൂ ബിസിനസ്സുകാർ, ആ ഒരു ഹാർഡ് കോർ ബിസിനസ്സിലുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. അത് വേറൊരു കട്ടാണ്. അത് ഏത് പ്രൊഫഷനിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ റാറ്റ് റേസിനകത്താണ് ഇവർ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബിസിനസ് മോഡൽ കറക്റ്റ് ആവില്ല. പലപ്പോഴും ഇവരുടെ പാർട്ട്നേഴ്സ് തമ്മിലോ, അത് ഫാമിലി ആയിരിക്കാം, അല്ല പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും, ഇവർ തമ്മിലുള്ള വിഷൻ അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല. ബിസിനസ്സിന് എന്ത് നേടണം, എങ്ങനെ നേടണം എന്നതിനെക്കുറിച്ച് ഇവർ തമ്മിലൊരു കൃത്യമായ ധാരണ ഉണ്ടാവില്ല. മൂന്നാമത് ഒരു ക്യാഷ് ഫ്ലോസ് കറക്റ്റ് ആവില്ല. ഇവർ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിയല്ല പ്രോപ്പർ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾ റീസൺസ്, ഇപ്പോൾ ടീം പ്രോപ്പർ ആവാതിരിക്കുക, പ്രോസ് ഉണ്ടാവാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ 3 ആദ്യത്തെ കാര്യങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങില്ലെന്ന് ഓൾമോസ്റ്റ് ഉറപ്പാണ്.
ഉറങ്ങുവാണെങ്കിൽ തന്നെ അത് ഡെഡ് സ്ലീപ്പ് പോലെ ആയിരിക്കും. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വിൽ ബി വെരി ലെസ്. ഇവർ കണ്ടിന്യൂസ്ലി സ്ട്രെസ്ഡ് ആയിരിക്കും. എന്നാൽ ഈ ബിസിനസ് ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഡിമാൻഡിങ് ആകുമ്പോൾ നിങ്ങൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ റിവോൾവിങ് ആയിരിക്കും. യു വിൽ ബി ഡൂയിങ് ദീസ് ടാസ്ക് ആൻഡ് ട്രൈങ് ഫോർ തിങ്സ്. അങ്ങനെ നിങ്ങളിത് അറിയാതിരിക്കും കുറേ. പക്ഷെ ദിസ് ഹാസ് എ ബിഗ് ടോൺ ഓൺ യു. അപ്പോൾ ആ സംഗതി ശരിക്കും പറഞ്ഞാൽ മൈൻഡ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ ചില ആളുകളോട് പറയും, why don't you check out what you are doing on an hourly basis and report to me. അപ്പോൾ നമ്മൾ എൻ്റർപ്രനേഴ്സും പറയാം, നിങ്ങളിത് വെറുതെ എഴുതി വെച്ച് നോക്കാൻ പറയും. എന്നെ കാണിക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇവരൊരാഴ്ച ഡയറി എഴുതി കഴിഞ്ഞാൽ ഇവരുടെ തന്നെ കിളി പോകും. എന്ന് വെച്ചാൽ ഇവർ ഞാനിതൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ഇവർക്ക് തോന്നും. അപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളുടെ ഫോണിൽ എത്ര കോൾസ് വരുന്നുണ്ട്, എത്ര മെസ്സേജ്, എത്ര. ഞാൻ ഓർക്കുന്നുണ്ട്. സോ യു ടോൾഡ് മീ അബൌട്ട് എ സ്പെസിഫിക് ഇൻസിഡന്റ് വൈ യു ഹെൽപ്ഡ് an entrepreneur. 200-ൽ പരം കോൾസ് വരുന്ന ഒരാളെ എങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു? ഹി വാസ് ആക്ച്വലി ആൻ ആർക്കിടെക്ട്. വളരെ ലീഡിംഗ് ആയിട്ടുള്ള ആർക്കിടെക്ട് ആണ്. ഒത്തിരി ക്വാളിഫൈഡ് ആർക്കിടെക്ട്സ് പുള്ളിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പുള്ളി നമ്മളോട് സംസാരിച്ച പുള്ളി ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. ഈസ് നോട്ട് ഏബിൾ ടു ഡു ഹിസ് വർക്ക്. കാരണം ഒരു ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അയാളുടെ ക്വാളിറ്റി എന്ന് പറയുന്ന അയാളുടെ ഡിസൈൻസിന്റെ ക്വാളിറ്റിയാണ്, സ്പേസസ് ഹി ക്രിയേറ്റ്സ്. ഈ സംഗതി ശരിക്കും വളരെ ഒരു മെഡിറ്റേറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനിവിടെയും സ്പേസ് ഉണ്ടാവണം. ഇന്നർ സ്പേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കോൾ കിട്ടണമെന്ന്. പുള്ളി അന്ന് എണ്ണിട്ട് പറഞ്ഞു, ഒരു 200 തൊട്ട് 210 കോളുണ്ട്. ഞാൻ കുറേ എടുക്കാറില്ല, കുറേ കാറിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ട കാര്യം യു ഷുഡ് ട്രൈ ടു ബ്രിങ് ദിസ് ഡൗൺ ടു 25% ഓഫ് വാട്ട് ഇറ്റ് ഈസ്. എന്നാലേ നമുക്കൊരു തുടക്കം കിട്ടുള്ളൂ. അടുത്ത മീറ്റിങ്ങിന് വരുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിക്ക് കുറേ ടിപ്സ് കൊടുത്തു. ഒന്നെന്ന് പറയുന്നത്, എനിക്ക് കോൾസ് ഇഷ്ടമല്ല എന്ന് ആളുകൾ പറയും. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്യാവശ്യം എന്നെ വിളിച്ചോളൂ, അല്ലെങ്കിൽ എന്തിനാണ് ഇയാൾ എന്നെ വിളിക്കുന്നതെന്നാണ് എൻ്റെ റിയാക്ഷൻ. മനസ്സിലായി? അപ്പം ഞാനത് ആൾക്കാരോട് പറയും, ഇത് ഹെൽപ്സ്. ഇപ്പോൾ എൻ്റർപ്രന്യൂഴ്സ് നിങ്ങൾ നമ്പർ കൊടുത്തു നോക്കിയേ, അവൻ എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ 10 പ്രാവശ്യം വിളിക്കാൻ തുടങ്ങും. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ സേ. നമ്മൾ ഏത് സോഷ്യൽ ഫോറത്തിൽ പോകുമ്പോൾ പറയാം, ഭയങ്കര ശല്യം ആൾക്കാർ വിളിച്ചിട്ട്. അപ്പോൾ ഉടനെ ആളുകൾ അവെയർ ആവും. മൂന്നാമത്, നമ്മുടെ കോൾസ് അനലൈസ് ചെയ്ത് ഈ കോൾസിനകത്ത് ഒരു 75% നമുക്കുള്ള കോളല്ല. നമ്മുടെ കീഴിലുള്ള ആളുകളോ നമ്മുടെ കൂടെയുള്ള ആളുകളോ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന കോൾസാണ് ഇതെല്ലാം. അപ്പോൾ അവരൊരു പ്രാവശ്യം ഫോൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവൻ റിസ്ക് എടുക്കില്ല. ഇപ്പോൾ ശ്രീഹരിയുടെ കയ്യിലൊരാളുണ്ട്, അയാളെ ഞാൻ വിളിച്ച് ഈ ഇവിടെ വരാനുള്ള വഴി ചോദിച്ചു. ഞാൻ ശ്രീഹരി പറയണ പുള്ളി വിളിച്ചാൽ മതി, എടുത്തോളും. ആദ്യത്തെ പ്രാവശ്യം വിളിച്ചാൽ എടുക്കണില്ല, തിരിച്ചും വിളിക്കണില്ല. പിന്നെ ശ്രീഹരി ഞാൻ വിളിക്കുള്ളൂ. അപ്പോൾ ശ്രീഹരിക്ക് എൻ്റെ കോൾ മനസ്സിലായിക്കോണം, ഇതിൻ്റെ താഴെയുള്ള ആൾ പണിയെടുക്കുന്നില്ല. മനസ്സിലായി? ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഹിസ് കോൾ വാസ് ഓൾമോസ്റ്റ് 30 കോൾസ്. അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കോളേ ഇല്ല, മടുക്കാൻ തുടങ്ങിയത്. ആ രീതിയിൽ ഇത് കുറയ്ക്കാൻ പറ്റി. ബട്ട് ദിസ് ഹെൽപ്ഡ് ഹിം ആക്ച്വലി ഡെവലപ്പ് ഹിസ് ബിസിനസ്, ഡെവലപ്പ് ഹിസ് ടീം പ്രോസസ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദ വേ ഹി വാണ്ട്സ്. ഇത് ആളുകൾ അവെയർ അല്ല. പലരുടെയും വിചാരം എത്ര കോൾ വന്നു അത്രയും നല്ലതാണെന്നുള്ളത്. ചില ആളുകൾ അങ്ങനെയാണ്, ചില ആൾക്കൊരു എസ്കേപ്പിസം ഉള്ളത്. ഇപ്പൊ പലപ്പോഴും മനുഷ്യർക്ക് തന്നെ ഇരിക്കാൻ പേടിയാണ്. ഈ ബിസിനസ് ചെയ്യാൻ നല്ല ധൈര്യം വേണം. ഇത് ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും റിസ്ക് എടുക്കുക. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാകത്തില്ല. മറ്റേ ആൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഓരോ സമയം നമുക്ക് അറിയത്തില്ല. നമ്മുടെ ഒപ്പോണൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ, നമ്മുടെ കൗണ്ടർ പാർട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. We don't know what is the economy going to be, the surroundings going to be. All these things, a lot of things actually keep changing. അപ്പോൾ ആ സിനാറിയോയിൽ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ്ലി റിസ്ക് ടേക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രഷർ പലപ്പോഴും സാധാരണ ബിസിനസ്സുകാർ പുറത്തു വിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളിലുള്ള തിരക്കുകൾ കൊണ്ടാണ്. അത് കോൾസ് ആവാം, അൺവാണ്ടഡ് വർക്കുകളായിരിക്കാം. ഇങ്ങനത്തെ പുതിയ പുതിയ ബിസിനസ് എല്ലാ ദിവസവും 5 ഐഡിയ വെച്ച് വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് അങ്ങനെയാണ്, എല്ലാ ദിവസവും 5-10 ഐഡിയയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സംഗതി നേരെയാക്കുക, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. ഇതൊക്കെ എസ്കേപ്പിസമാണ് ശരിക്കും. കാരണം ദേ ആർ നോട്ട് ഏബിൾ ടു ബേസിക്കലി ഫേസ് ദ റിയാലിറ്റി. ഐ ആം ഗോയിങ് ത്രൂ ദിസ്, ഐ ഹാവ് ടു കറക്റ്റ് ഇറ്റ് ആൻഡ് ദെൻ സ്റ്റാർട്ട് ദ നെക്സ്റ്റ് പ്രോസസ്. ഇത് മനസ്സിലാക്കാം. അപ്പോൾ അവരെന്താ വെച്ചാൽ അവർക്ക് how do you convince certain personality types? അതായത് there will be also certain personality types who are people pleasers, അല്ലേ? അവർക്ക് നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താലും. അപ്പോൾ ചേട്ടൻ ഈ അടിച്ച് പറയുന്ന ചില കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് യു ആർ വെരി ഷുവർ. ബട്ട് ഹൗ ഡു യു ഗെറ്റ് ഇറ്റ് അക്രോസ് ടു ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ടൈപ്സിന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? സത്യത്തിൽ അതൊരു മറ്റാളുടെ സൈക്കോളജി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില കേസുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഇപ്പം നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോവാം, ഇപ്പം നിങ്ങൾ പറയുകയാണ്, ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി ആയിട്ടുള്ള ഒരാൾ ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം വന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രെഡ് കഴിച്ചു കിട്ടോ എന്ന് പറയുമ്പോൾ സാരില്ല ഞാൻ വേറെ മരുന്ന് കഴിക്കാം എന്ന് പറയുന്ന ഡോക്ടറെ അടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും ക്യൂർ ഉണ്ടാവില്ല എന്ന് അയാൾക്കും അറിയാം, പോകുന്നവനറിയാം. ചിലർ പറയും നീ ഇങ്ങോട്ട് കയറണ്ട കേട്ടോ, സൗകര്യം വന്നോ എന്ന് പറയും. ഇവനോട് നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഓരോ ബിസിനസ്സുകാരും നമ്മുടെ അടുത്ത് വരുന്ന അവൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്, അവൻ്റെ ഈഗോ മസാജ് ചെയ്യാനല്ല. അപ്പോൾ ഈ ചില കേസുകളിൽ നമ്മൾ ഈഗോ മസാജ് അല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം എന്നെ കാണാൻ ഒരാൾ വന്നു. ഇപ്പോൾ സാധാരണ നമ്മൾ ഇവരായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്, ചിലരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കക്ഷി വന്നു, പുള്ളിക്കൊരു നല്ല ബിസിനസ് 7 ബ്രാഞ്ചൊക്കെയുള്ള നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, പുള്ളി നമ്മളെന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ പറയും അതെനിക്കറിയാം എന്ന് പറഞ്ഞ് പുള്ളി അപ്പോൾ കാര്യം പറയും. ഇപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് പൊതുവേ കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനിത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ സഹിച്ചിട്ട് പറഞ്ഞ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, കാരണം നിങ്ങളിതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല വന്നേക്കുന്നത്. അപ്പോൾ എല്ലാം അറിയാമെന്നുള്ള മാനസികാവസ്ഥയിൽ ഇവിടെ ഒന്നും പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ പറയുന്ന സാധനം താഴെ വെച്ചുകൊണ്ട് ഒരു ഇത് പഠിക്കാനും മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്യാനുള്ള മെൻ്റൽ സ്റ്റേറ്റോട് തിരിച്ചു വരാൻ പറഞ്ഞു. പുള്ളി പോയി. അടുത്ത മീറ്റിങ്ങിന് പുള്ളി വന്നു. അപ്പം ഞാൻ 11 o'clock പുള്ളിക്ക് സമയം കൊടുത്തത്. ഐ കീപ് മൈ ടൈം. ഐ ഹേറ്റ് പീപ്പിൾ ഹു കം ലേറ്റ്. അൺഅവോയ്ഡബിൾ സിറ്റുവേഷനിൽ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇദ്ദേഹം 12 മണി വരെ ഞാൻ സമയം കൊടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11:47 11:50 ഇടയ്ക്ക് പുള്ളി വന്നു. കറക്റ്റ് 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. 2 മിനിറ്റ് കൂടി ഉണ്ട്, വേണമെങ്കിൽ വല്ലതും പറഞ്ഞോളാം. പുള്ളി പറഞ്ഞു ഞാൻ ഇത്രയും ദൂരം വന്ന അങ്ങനെയാണ് അങ്ങനെ. ഞാൻ പറഞ്ഞു ആയിരിക്കാം, എനിക്ക് 12 മണിക്ക് അടുത്ത അപ്പോയിൻമെൻ്റ് ഉണ്ട്, സോറി. നമ്മൾ ടീമായിട്ട് വേണ്ടി സംസാരിച്ചോളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇദ്ദേഹം നമ്മുടെ അടുത്ത് വന്നു. പിന്നീട് ഈ ആക്ച്വലി ടുക്ക് അവർ സർവീസ് ആൻഡ് ഈ കറക്റ്റഡ് ഹിംസെൽഫ്. അതേസമയം നമ്മൾ പുള്ളിയുടെ ഈഗോ മസാജ് ചെയ്തിട്ട് ഇതിങ്ങനെയല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഇത് ഹി വിൽ നെവർ ഗെറ്റ് കറക്റ്റഡ്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ ചില ആൾക്കാർക്ക് അത് വേണ്ടി വരില്ല. 99% ബിസിനസ്സുകാർ സെൻസിബിളാണ്. ദേ ഡോണ്ട് നീഡ് ദിസ്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ വർത്തമാനം പറയാൻ വന്നിരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഫോൺ സൈലൻ്റ് ആക്കുക. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്യണം, ഇതിൻ്റെ ഇടയ്ക്ക് 2 കോൾ വന്ന് എന്തിനും കൊള്ളാം. കറക്റ്റ്. പീപ്പിൾ വിൽ ബി ഡിസ്ട്രാക്റ്റഡ്. ഈ സംഗതിയുടെ മൊത്തം ആ ഫ്ലോ നഷ്ടപ്പെടും. അപ്പോൾ ചില കേസുകൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻസിൽ കൂടെ ആൾക്കാർ നോക്കില്ല, ഒരാവശ്യമില്ലാത്ത കോൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ആ സ്ട്രിക്ട്നെസ് കൊണ്ടുവരുന്നതുകൊണ്ടാണ് അവർ ആ കറക്ഷന് തയ്യാറാകും. അങ്ങനെ അത് വർക്ക് ചെയ്യുള്ളൂ. ഒരു പരിധിവരെ ഈ ആർ ആക്ച്വലി ഹാക്കിങ് ദാറ്റ്. ഒരു ഹാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതൊരു അൺലേണിങ് വേണം ചില കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യം ഈ ഇത്തരം പല കാര്യങ്ങളിലൂടെയേ പറ്റുള്ളൂ. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഹൗ ഡു യു ആക്ച്വലി ഹെൽപ്പ് ദം സ്ലീപ്പ് മോർ? അത് പറഞ്ഞില്ലല്ലോ. അത് ബേസിക്കലി അത് നമുക്കത് അതൊരു ടോട്ടൽ പല കാര്യങ്ങളുടെ റിസൾട്ടാണ്. ഇപ്പം ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് ഉറങ്ങിക്കൊള്ളണമെന്നില്ല. അതെ. അപ്പോൾ ഞാൻ ഈ മാത്യു വാക്കർ എന്ന് പറഞ്ഞ ഒരു റൈറ്ററുടെ വൈ വി സ്ലീപ്പ് എന്ന് പറഞ്ഞ ബുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. ഞാൻ പേഴ്സണലി ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് സ്ലീപ്പ് വളരെ പ്രോബ്ലം ആയിരുന്നു കുറേ വർഷങ്ങൾ. ആ സമയത്താണ് ഞാൻ റിസർച്ച് ചെയ്യുന്നതും. അപ്പോൾ ശരിക്കും ഈ സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഉറങ്ങില്ല, അത്രയും ഭീകരമാണ്. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് യുവർ ബ്രെയിൻ ഈസ് വർക്കിംഗ് മോർ ദാൻ ദ ഡേ ടൈം. ആ പ്രോസസ്സ് ഭയങ്കര രസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെമ്മറീസ് ഫോം ചെയ്യുന്നതും നമ്മുടെ ബോഡിയുടെ കറക്ഷൻസ് ഉണ്ടാവുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സ്ലീപ്പിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പം പല പല ഫാക്ടേഴ്സ് ശരിക്കും അതിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നമ്മൾ ലെറ്റസ് സേ അവർ ബെഡ് ടൈം ഈസ് 10 o'clock or 11 o'clock. നമുക്ക് ഇപ്പോൾ 10 മണിക്ക് കിടക്കുന്ന ഒരാൾക്ക് 9:45 ഒരു കോൾ വരുന്നത് വിചാരിക്കാം. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ യു ഷുഡ് അറ്റ്ലീസ്റ്റ് കീപ്പ് യുവർ ഫോൺ ഡൗൺ 1 hour ബിഫോർ യുവർ സ്ലീപ്പ് ടൈം. ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇപ്പോൾ നമ്മുടെ ലൈറ്റ്സ് നമുക്ക് അതനുസരിച്ച് അഡ്രസ്സ്, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഹാവ് ഫുഡ് അറ്റ്ലീസ്റ്റ് 3 to 4 hours ബിഫോർ യുവർ ബെഡ് ടൈം ഇസ് സംതിങ് യു ക്യാൻ ഡു. അവോയ്ഡ് കഫൈൻ, ആൽക്കഹോൾ ആൻഡ് ഓൾ ദാറ്റ് ഇൻ ദ ലേറ്റ് അവേഴ്സ്. ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കഴിക്കുകയാണെങ്കിൽ ഡീകാഫ് കോഫി കഴിക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ അതിൻ്റെ നോർമൽ ടിപ്സാണ്. പക്ഷേ സാധാരണ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ് മിക്കവാറും ഇവന് ഉറങ്ങാതിരിക്കുന്നുണ്ടാവുക. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഇവന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ അതിന് തയ്യാറാവുന്നുള്ളതാണ്. അപ്പോൾ ചില കേസുകളിൽ അത് ഇറ്റ് ക്യാൻ ബി മോസ്റ്റ് ഓഫ് ദ കേസസ് വാട്ട് ഐ സീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 കാര്യങ്ങളാണ് ബേസിക്കലി ഇവൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടാവുക. അതിൽ ഒന്നെന്ന് പറയുന്ന വിഷ്വൽ അലൈൻമെൻറ്റ് ഇഷ്യൂസാണ്. നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ടീം ഇവർ തമ്മിൽ എവിടേക്ക് പോകണം, എങ്ങനെ പോകണം,
എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ള വിഷൻ, പർപ്പസ്, ഇത്തരം കാര്യങ്ങളിൽ അലൈൻഡ് അല്ലെങ്കിൽ ഈ കാര്യം ബിസിനസ്സിന് ഇവർ തമ്മിലുള്ള വർക്കിങ്ങിനെയും ഇവരുടെ ജീവിതത്തെയും ഭയങ്കരമായിട്ട് ബാധിക്കും. ഒരുപാട് ക്ലാഷ് ഉണ്ടാവും. അത് ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ബേസിക് മോഡൽ വർക്കബിൾ ആവില്ല, അത് ഡിസ്റപ്റ്റഡ് ആയി പോവും, അല്ലെങ്കിൽ അത് ഇന്നത്തെ എക്കണോമിയിൽ റൈറ്റ് ആയിരിക്കത്തില്ല. അങ്ങനെ പല റീസൺ കൊണ്ടത് പോവാം. മൂന്നാമത് ക്യാഷ് ഫ്ലോ ആണ്. മിക്കവാറും ബിസിനസ്സുകാരുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് 28-ാം തീയതിക്ക് ശേഷമാണ്. സാലറിയും പേയ്മെൻറ്റും വരുന്ന ഫസ്റ്റ് വീക്ക് ഇവർക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അത് ത്രൂ ഔട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റബിൾ ആണ്. ചില കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് സ്കെയിൽ ഡൗൺ ചെയ്യേണ്ടി വരും, ചില കേസുകളിൽ അതിന് ഡയറക്ഷൻ മാറ്റേണ്ടി വരും, ചില കേസുകളിൽ ഈ അലൈൻമെൻറ്റ്സ് കൊണ്ടുവരേണ്ടി വരും. വി മേ ഹാവ് ടു. ഇതിന് ഈ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് ഇവർക്ക് ഏർലി ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക? അതായത് ഈ പറയുന്ന പോലെ some of them might be dismissive of this fact or rebellious even. അത് അപ്പോൾ വരുമ്പോൾ നോക്കാം, അങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ധാരണയുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് യു ക്യാൻ പോയിന്റ് ഔട്ട് ദാറ്റ് യു ആർ ഐദർ ഹെഡിങ് ടു ബേൺ ഔട്ട് ഓർ ഇതിലും വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ് ഭയങ്കരമായിട്ടുണ്ടാവും. അത് ബേസിക്കലി ഇവർക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയും. നോർമലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റിംഗ് റൂമിലേക്ക് ഒരാൾ വരുമ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാവും. എങ്ങനെയാണെന്ന് ചോദിക്കരുത്, എനിക്ക് മനസ്സിലാവും. അത് അനുഭവം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ കുറേ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതെനിക്കൊരു മീറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ആളുകളെയും വളരെ പെട്ടെന്ന് ഈ അർത്ഥത്തിൽ മനസ്സിലാവും. നമ്മൾ ആ സിഗ്നൽസ് വാച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അറ്റൻഷനാണ്. പല കാര്യങ്ങളും ഇവരുടെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ മനസ്സ് പോകാൻ തുടങ്ങും, അവരിങ്ങോട്ട് കയറി സംസാരിക്കും. ഇതൊക്കെ ഇവർക്ക് ബേസിക്കലി ഇവർ ബേൺ ഔട്ടിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇവരല്ല ബേൺ ഔട്ട് ആവും, അവരുടെ ഫാമിലി ആയിരിക്കും. അവർ കൂടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവരുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ടുകളുടെ ദുഃഖം കാണാൻ പറ്റും. ആ രീതിയിൽ ദേ ബി വെരി സാഡ് ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് തിങ്സ്. ഇത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവും. നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരിൽ നിന്ന് പുറത്തു വരും. അത് അവരോട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഇതിലേക്ക് എത്താനും പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. കൂടുതൽ ചിലർ ഓപ്പൺ ആയിട്ട് പറയും, ദേ വിൽ സേ ദാറ്റ്. ഇപ്പം ഉറങ്ങുന്നില്ല എന്ന് പറയാൻ ആളുകൾക്ക് പൊതുവെ മടിയാണ്, കാരണം അത് എല്ലാവർക്കും അറിയാം ഒരു പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ ദേ വിൽ നോട്ട് സേ ദാറ്റ്, ബട്ട് ദേ വിൽ സേ സം അതർ തിങ്സ്. ഇപ്പോൾ മിക്കവാറും സ്ഥാപനത്തിനകത്തെ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം അയാൾ തന്നെയായിരിക്കും. ഇപ്പം നമുക്ക് പലരും പറയില്ലേ, നല്ല എംപ്ലോയീസിനെ കിട്ടില്ല, നമുക്ക് പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ കിട്ടുന്നില്ല, നമ്മുടെ അസോസിയേറ്റ്സ് ശരിയല്ല, 100 കണക്കിന് കാര്യങ്ങൾ പറയും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പലപ്പോഴും ഈ എൻ്റർപ്രന്യൂർ തന്നെയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് നിന്നാണ് ഈ കറക്ഷൻസ് ആരംഭിക്കേണ്ടി വരിക. ഇത് ഇയാളോട് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നയപരമായിട്ടും തന്ത്രപരമായിട്ടൊക്കെ പറയേണ്ടി വരും. പക്ഷേ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇത് മനസ്സിലാക്കുന്നവരാണ് ഈ കറക്ഷനിലേക്ക് പോകാൻ എന്തുകൊണ്ട് യോഗ്യരായിട്ടുള്ള ആളുകൾ. ചേട്ടാ, ഐ എം ക്യൂറിയസ് ടു നോ സംതിങ്. ഇപ്പം ചേട്ടന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഈ ഐഡിയോളജീസും ഈ പ്രാക്ടീസുകളും ഒക്കെ ഇറ്റ് ഇസ് കം ഫ്രം എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ അതൊരു കൺവെൻഷണൽ വിസ്ഡം അല്ല അത്. സോ യു ഹാവ് സെറ്റ് ഔട്ട് ഓൺ യുവർ ഓൺ പാത്ത്, യു ഹാവ് ഫിഗർഡ് ഔട്ട് തിങ്സ് അലോങ് ദ വേ, ആൻഡ് ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഡിസിപ്ലിൻ. അപ്പോൾ ചേട്ടൻ്റെ ഒരു റുട്ടീൻ എന്താണ്? ഐ എം വെരി ക്യൂറിയസ് ടു നോ. ഞാൻ സത്യത്തിൽ എനിക്ക് 2017-18 ആ പീരീഡിൽ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടായി. അതായത് ഷുഗർ വന്നു, കൊളസ്ട്രോൾ വന്നു, പിന്നെ പല പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇൻഫ്ലമേറ്ററി ഡിസീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ പീരീഡിൽ സത്യത്തിൽ എനിക്ക് ഐ വെൻറ്റ് ടു ഡോക്ടേഴ്സ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ മെഡിക്കേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം ഈ ഷുഗർ ശരിക്കും പറഞ്ഞാൽ റീഡിങ് വലിയ കുഴപ്പമില്ല, HbA1c വാസ് ബിറ്റ്വീൻ 6.5 and 7, ബട്ട് ഐ വാസ് നോട്ട് എനർജറ്റിക് അറ്റ് ഓൾ. അപ്പോൾ അതൊന്ന് ശരിക്കും ഒരു പുറത്തോട്ടൊരു വഴി വേണമെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും കുറച്ച് മരുന്ന് കൂട്ടിത്തരിക എന്നുള്ളതല്ലാതെ വേറെ അതിന് സൊല്യൂഷൻസ് ഒന്നുമില്ല. ഇപ്പം നടക്കാൻ പറയുന്നു, ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു. ഇതുകൊണ്ടൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി കറക്റ്റഡ് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 2020 കൊറോണയുടെ സമയത്ത് അന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ നമ്മൾ പലതും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പല കാര്യങ്ങളും നോക്കുന്ന കൂട്ടത്തിൽ ഈ ഡോക്ടർ ജെയ്സൺ ഫങ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ബുക്കിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായി. ദ ഡയബറ്റീസ് കോഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഹി സെഡ് യു ക്യാൻ റിവേഴ്സ് യുവർ മെറ്റബോളിക് സിൻഡ്രോം ബൈ ഫോളോയിങ് ദ തിങ്സ് ഇൻ ദാറ്റ്. അപ്പോൾ ഞാനൊന്നും എൻ്റെ ബ്രദറും ഞങ്ങളുടെ ഫാമിലി, എൻ്റെ വൈഫും പുള്ളിയുടെ വൈഫും എല്ലാവരും we all read this books and all that. We were in research for 2-3 months. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും കിട്ടിയ എല്ലാ കണ്ടൻസും നമ്മൾ വായിച്ചു നോക്കി.
എന്നിട്ട് അന്ന് ശരിക്കും ഒരു LCHF ഡയറ്റ് വിത്ത് ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് പുള്ളി റെക്കമെൻഡ് ചെയ്തൊരു കാര്യം. അപ്പം ആദ്യത്തെ 2 ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്താണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഐ വാസ് മോണിറ്ററിങ് മൈ ഷുഗർ, എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. വെറും വെള്ളം കുടിച്ചുകൊണ്ട് ഇത്രയും സമയം 2 ദിവസത്തോളം നമ്മൾ നീക്കി. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞൊരു 16 to 18 hour ഫാസ്റ്റും പിന്നെ കുറേ കാലത്തോളം നമ്മൾ അരിയും ഗോതമ്പും ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലോ കാർബ് ഹൈ ഫാറ്റ് ആണ് കഴിക്കുന്നത്. വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും ധാരാളം മീറ്റും ഫിഷും ഫാറ്റും ഒക്കെ കഴിക്കാൻ തുടങ്ങി. ആ ഡയറ്റാണ് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. അന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് ആ മെഡിസിൻസ് എല്ലാം. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല ഡിസിപ്ലിൻ വേണ്ട ഒരു കാര്യമാണത്. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് ഒരു 16 hours to 18 hours ഫാസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ദർ ഇസ് നോ വിൻഡോ ലൈക്ക് ദാറ്റ് യു ക്യാൻ ആക്ച്വലി ഫ്ലെക്സ് യുവർ സെൽഫ്. യു ക്യാൻ ഹാവ് യുവർ ബ്രേക്ക്. ഇറ്റ് വർക്ക്സ് വെരി വെൽ. അപ്പം മോർണിംഗ് നമ്മളിപ്പോൾ നോർമലി ആയി ഗെറ്റ് അപ്പ് അറൗണ്ട് 5 o'clock or so. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം 1 hour മിനിമം റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും, 1 to 1.5 hours. അപ്പോൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡും ബിസിനസ് സൈഡും എല്ലാം വായിക്കേണ്ടി വരും. സ്പോർട്സ് ഒഴികെ ബാക്കി എല്ലാം വായിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഐ ഗോ ഫോർ സം വാക്ക്, സം എക്സസൈസസ്. ഇപ്പോൾ ശ്രീഹരി പഠിപ്പിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഒരു 45 minutes ഓഫ് ആക്ടിവിറ്റി. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലി ഐ കം ഫോർ പിന്നെ കോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഐ വർക്ക് 9 to 10 hours എവറി ഡേ മോസ്റ്റ്ലി. ഒരു ഈവനിങ് ഒരു 6 o'clock ആകുമ്പോഴേക്കും ഞാൻ മിക്കവാറും കൂടണയും. പിന്നെ സിനിമകൾ, നല്ല കണ്ടന്റ് അല്ലെങ്കിൽ റീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുക. രാത്രിയിൽ ഫോൺ ഇഷ്ടമല്ല എനിക്ക്. ഫോൺ വിളിക്കുന്നതും സംസാരിക്കുന്നതും അത്ര ഇഷ്ടമല്ല. ഞാൻ ചെയ്യാറുമില്ല. ഐ സ്ലീപ്പ് വെരി സോ 9 o'clock ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഫോൺ സൈലൻ്റ് ആവും. പിന്നെ വല്ല എമർജൻസി സിറ്റുവേഷനിൽ ഫ്രണ്ട്സിന് മാത്രമേ അല്ലെങ്കിൽ ഫാമിലിക്ക് എൻ്റെ കിട്ടുള്ളൂ. അപ്പം അവർക്കും അറിയാം എന്നെ വിളിച്ച സംഗതി പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അതിലും ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഐ സ്ലീപ്പ് അറൗണ്ട് 9:30. മോനുണ്ടാവും എൻ്റെ കൂടെ. ഇതൊക്കെ കഴിഞ്ഞ് ഐ ഹാവ് എ ഗുഡ് സ്ലീപ്പ്. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ നമ്മുടെ വെള്ളം കുടിക്കുന്നത് എല്ലാം അത് കൃത്യമായിട്ടൊരു ഡ്രിങ്ക് ഹൈഡ്രേറ്റിംഗ് യുവർ ബോഡി ഈസ് ഇമ്പോർട്ടൻറ്റ്. എക്സസൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഫുഡ് ഈ പറഞ്ഞ ഒരു ഷെഡ്യൂളിൽ കഴിക്കുക എന്നുള്ളതും മിക്സ്ഡ് ആയിട്ട് പല പല കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വർക്ക് ഫോർ മീ. കാരണം ഓരോ മനുഷ്യൻ്റെ ശരീരം ഓരോ പോലെയാണ്. ഇപ്പം എനിക്ക് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ചില കോമൺ കാര്യങ്ങൾ സെയിം ആയിരിക്കും. അത് കൃത്യമായിട്ട് നോക്കിപ്പോയാൽ അത് വർക്കബിൾ ആണെന്നാണ് എൻ്റെ തോന്നൽ. ഇറ്റ് ഹസ് ഹെൽപ് മീ ബി എനർജറ്റിക് ആൻഡ് ഹെൽത്തി. സോ ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ആശയങ്ങൾ പലപ്പോഴും ഈ ക്ലാരിറ്റി എപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ടിപ്പിംഗ് പോയിന്റ് ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഈ റിയലൈസേഷനും ഇതിലേക്ക് കൂടുതൽ ഫോക്കസിലൊക്കെ അവർ വരുന്നത്. അല്ലാത്ത വശം ദേ ഇഗ്നോർ ഓൾ ദ സിഗ്നൽസ് അല്ലേ. അപ്പോൾ ഇന്ന് ചേട്ടൻ നേരത്തെ പറഞ്ഞ ബേൺ ഔട്ടിലേക്കുള്ള ഇൻഡിക്കേറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് മോർ ഓർ ലെസ് ദേ വിൽ ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദംസെൽസ്. പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യം, ഇത് അഗൈൻ ഐ ഹവ് സ്പോക്കൺ അബൌട്ട് ഇറ്റ് ഇൻ വൺ ഓഫ് ദി ഏർലി എപ്പിസോഡ്സ്. ഇപ്പോൾ ഫൗണ്ടേഴ്സിന് ജനറലി, വെൻ ഐ സേ ഫൗണ്ടേഴ്സ്, ഐ എം നോട്ട് എക്സ്ക്ലൂഡിങ് മൈസെൽഫ്. അപ്പം നമുക്ക് പലപ്പോഴും അൺകോൺഷ്യസ്ലി നമുക്ക് വരാവുന്നൊരു കാര്യമാണ് ഒരു ഗോഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിനുമുള്ള പെർഫെക്റ്റ് ആൻസേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതും, വി ഷുഡ് ബി ഔട്ട് ദെയർ എന്നുള്ളതും, ഇഗ്നോറിങ് സർട്ടൻ parts of you which need that proper attention or stepping back. അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ ഗോഡ് കോംപ്ലക്സ് എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുള്ളി ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? വാട്ട് ഈസ് യുവർ ടേക്ക്? ഒരു ബിസിനസ് ആണെങ്കിലും അത് എന്ത് തരം എൻ്റർപ്രന്യൂർഷിപ്പ് ആണെങ്കിലും ഒരു ടീം വർക്കിലാണത് വിജയിക്കുന്നത്. അപ്പം ഞാൻ എന്ന് പറയുന്ന ആളെ സെൻറ്റർ ചെയ്തുകൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന എന്ത് കാര്യവും കുറേ കഴിയുമ്പോൾ അത് ഈ ബേൺ ഔട്ടിലേക്കും ഈ ഇഷ്യൂസിലേക്കൊക്കെ പോകും. അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചർ വളരെ മോശമായിക്കൊണ്ട് പല സ്ഥാപനങ്ങളും ഉണ്ടാകുന്നത് ഈ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, an atmosphere of fear. അതൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ് ശരിക്കും. അപ്പോൾ സത്യത്തിൽ അത് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സംഗതി ടീം വർക്കാണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് തരാനുള്ള ആളുകളെ നമ്മൾ അടുത്തടുത്ത് നിർത്തിക്കോണം. അപ്പോൾ സാറ് എന്താ
ആ പോയിന്റ് പറയുമ്പോൾ അത്ര കറക്റ്റാലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ സ്തുതിപാഠകർ ചുറ്റുപാടും ഉണ്ടാവും. ഇത് കൂടും തോറും നമ്മുടെ ഈ പറയുന്ന ഈ ഗോഡ് തിങ്കിങ് എന്ന് പറയുന്ന നമ്മൾ അപ്രമാദിത്വം നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ആ സംഗതി വളരാൻ തുടങ്ങും. അപ്പോൾ റൈറ്റ് ഫീഡ്ബാക്ക് തരുന്ന ആൾക്കാർ ചുറ്റുപാടുകൾ നിർത്തുക. അത് നമ്മുടെ ബിസിനസ്സിനകത്തും പുറത്തും. Critics who really care about you. Exactly. Who can give you the right kind of feedbacks and corrections. Second thing, always do things in a team. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരു കോർ ടീം ഫോം ചെയ്യുക. 4-5 പേരുടെ ഒരു കോർ ടീം, അതിനകത്ത് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുള്ളൂ എന്നുള്ളത്. അതിൽ ജനാധിപത്യം കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്ന് ഡെമോക്രസി അതിനകത്ത് ഈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പീപ്പിൾ ക്യാൻ എയർ ദെയർ വ്യൂസ്. ഈ കാര്യം തന്നെ ഒത്തിരി ഈ സംഗതിയെ കുറയ്ക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ സക്സസ് ആണ് പ്രശ്നം. സക്സസ് വരുമ്പോഴാണ് ഈ സംഗതി കൂടുന്നത്. ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, സക്സസ് കംസ് ടു യു. ആ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യണം. നമ്മളെല്ലാ വലിയ ബിസിനസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ദേ വർ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് മനസ്സിലാവും. മുഴുവൻ അവരുടെ കഴിവൊന്നുമില്ല. ഇപ്പം ഞാനീ പറയുന്ന എൻ്റെ അവസ്ഥ പോലും ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഇന്ത്യൻ ഇക്കണോമിയിലുണ്ടായിട്ടുള്ള ചേഞ്ചും ഈ ഫിനാൻഷ്യലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുള്ള ആക്സെപ്റ്റൻസും അങ്ങനെ ഒത്തിരി കാര്യം കൊണ്ടാണ് എൻ്റെ സക്സസ് ഉണ്ടാവുന്നത്. റൈറ്റ് കൈൻഡ് ഓഫ് സപ്പോർട്ട് സിസ്റ്റം മാറ്റേഴ്സ് എന്നുള്ളതാണ് എനിക്ക് ചേട്ടൻ്റെ കോൺവെർസേഷൻ എന്ന് മനസ്സിലാവുന്നത്. കറക്റ്റ്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഓൾസോ വർക്ക് ഫോർ യു. യെസ്. ഇപ്പം നേരത്തെ അപ്ബ്രിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും യുവർ ഫാമിലി ഹാസ് ഓൾവേസ് പ്രൊവൈഡഡ് യു ദറ്റ് സ്പേസ് ടു തിങ്ക് ആൻഡ് മേക്ക് ഡിസിഷൻസ് ഫോർ യുവർ സെൽഫ്. യെസ്. അല്ലേ? നല്ലതും തെറ്റും വേർതിരിച്ചറിയാനുള്ള വിസ്ഡം നമ്മളിൽ ഇൻകൾക്കേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അല്ലേ? അപ്പോൾ അത് തന്നെയാണ് യു ആർ ആസ്കിങ് ടു അപ്ലൈ. അല്ലേ? ഒരു ദിസ് ഇസ് എ സസ്റ്റൈനബിൾ സിസ്റ്റം വാട്ട് ഫൗണ്ടേഴ്സ് ക്യാൻ ഇംപ്ലിമെൻറ്റ് എന്നുള്ളത്. അല്ലേ? അല്ല, ഹാവിങ് യുവർ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ബിസിനസ് ഫ്രണ്ട്സ് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഇവർ പലപ്പോഴും ട്രൂ ആയിക്കോളണം എന്നില്ല നിങ്ങളുടെ അടുത്ത്. കറക്റ്റ്. ചില ഇപ്പോൾ നമ്മൾ സോഷ്യൽ കണക്ഷന് പോകുന്നു, അതുകൊണ്ടൊന്നും ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. ഞാൻ ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യമാണ്, അത് ശരിയാണോ എന്നുള്ളത് ചേട്ടൻ പറയണം. അതായത് ഈ പറഞ്ഞല്ലോ സക്സസിൻ്റെ കാര്യം പറഞ്ഞു. സോ വെൻ എ ബിസിനസ് ഇസ് ഗ്രോയിങ് ഇറ്റ് ടേക്സ് എ മാസീവ് സക്സസ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഹിറ്റ് ചെയ്ത് ആ വേവ് റൈഡ് ചെയ്യുന്നൊരു സമയമായിരിക്കും. അപ്പോഴായിരിക്കും ഈ പറയുന്ന കുറേ സ്തുതിപാഠകർ കൂടെ കൂടുന്നതും ഏറെക്കുറെ ആ ഗ്രൗണ്ടിങ് നഷ്ടപ്പെടുന്നതും ആ ലൈൻസ് ബ്ലർ ആവുന്നതും അപ്പോഴൊക്കെ ആയിരിക്കും. കറക്റ്റ്. സോ ദാറ്റ് ഈസ് വൈ ഐ വാസ് ഓൾസോ തിങ്കിങ് ഈ റൈറ്റ് സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് എപ്പോഴും മാറ്റർ ചെയ്യണത് എന്നുള്ളത്. അല്ലേ? കറക്റ്റ്. ചില കേസുകളിൽ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും വളരെ ആവശ്യമാണ്. ഇപ്പം നമ്മൾ കയറി വന്നൊരു വഴിയുണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ് ജേണി എടുത്തു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-6 പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു. അവർ കണക്ട് ചെയ്ത ആൾക്കാരിലൂടെയും അവർ നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇവരെ നമ്മൾ ഓരോ ദിവസവും സ്മരിക്കണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമാണ്. ഇതിൽ ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ അടുപ്പം പിന്നീട് ബിസിനസ് പരമായിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് നമുക്ക് ഫീഡ്ബാക്സ് തരാൻ പറ്റും. ആൻഡ് ആസ്ക് ദം വാട്ട് ആം ഐ ഡൂയിങ് റോങ്, എൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ, വല്ല മിസ്റ്റേക്സ് വരുന്നുണ്ടോ, അതിൻ്റെ ഒരു സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്തിടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആളുകൾ ഇപ്പം അതായത് എംപ്ലോയീസിനും കുറേ കഴിയുമ്പോൾ ആ ഫീലിംഗ് ഉണ്ടാവും, ഹി ഈസ് നോട്ട് റീച്ചബിൾ, നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല. ഇത് വളരെ ഡേഞ്ചറസ് ആണ് ഓർഗനൈസേഷൻ. അത് ഇന്നോവേഷനെ കില്ല് ചെയ്യും, അതൊരു ഡെമോക്രസിയെ കില്ല് ചെയ്യും, പലപ്പോഴും ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ നശിപ്പിച്ച് കളയും. ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ്സ് ബിസിനസ്സിനകത്തുണ്ട്. അപ്പോൾ പ്യുവർ ഔട്ട് ഓഫ് സെൽഫിഷ്നെസ് ഓൾസോ യു ക്യാൻ ടേക്ക് ദിസ് ഫീഡ്ബാക്സ് ആൻഡ് ഇംപ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യുവർ ബിസിനസ് ഇസ് ലൈക്ക് യുവർ ഫാമിലി. ഇപ്പം നിങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യു ആർ എഡമന്റ് ഓൺ തിങ്സ്, യു ആർ റിജിഡ് ഓൺ തിങ്സ്, യുവർ ഓർഗനൈസേഷൻ വിൽ ബി ലൈക്ക് ദാറ്റ് ഓൺലി. ഐ ഹവ് ഹേർഡ് എ ബ്യൂട്ടിഫുൾ ഫ്രേസ് ദാറ്റ് യു സെഡ്, ഓർഗനൈസേഷൻ ഇസ് എ ബ്രീത്തിങ് എൻറ്റിറ്റി. അതിന് ചേട്ടൻ ഉപയോഗിച്ചൊരു വാചകം ഉണ്ടായിരുന്നു, ലിവിങ് ഓർഗാനിസം. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആരും അതിനകത്ത് ജീവനുള്ള ഒന്നായിട്ടുള്ള ഒരു ജൈവമായ കാര്യമായിട്ട് ചിന്തിക്കില്ല. കറക്റ്റ്. അതേസമയം അതിനകത്ത് സത്യത്തിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിനകത്തൊരു ആത്മാവും മനസ്സും ഒരു ശരീരമുണ്ട്. അപ്പം അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ തുടങ്ങുന്ന ആളുകൾ, അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും, വാട്ടെവർ ഇറ്റ് ഈസ്, അവരുടെ സ്വപ്നമാണത്. അതിന് വിഷൻ, പർപ്പസ് എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അതിൻ്റെ മനസ്സെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ, അതിൻ്റെ ടീം, അതുപോലെ തന്നെ അതിൻ്റെ കസ്റ്റമേഴ്സ്, അങ്ങനത്തെ അതുമായിട്ട് ഇടപെടുന്ന എല്ലാവരുടെയും മനസ്സിൻ്റെ ചേർച്ചയാണ്. ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം. അത് നമ്മൾ കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അതിൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഇതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചിലത് നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവും, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ പ്രോസസ്സുകൾ, സിസ്റ്റംസ്, വെഹിക്കിൾസ്, അങ്ങനത്തെ എല്ലാം കൂടെ ചേരുന്നതാണ്.
അപ്പോൾ ഈ ആത്മാവ് എന്താണ് ചിന്തിക്കുന്നത് മനസ്സിന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പല എൻ്റർപ്രനേഴ്സും എന്ന് പറയും ഇവർക്ക് മനസ്സിലാകുന്നില്ല, സാറേ ഇവർക്ക് പിടിയിട്ടില്ല ഞാൻ എന്താ ശ്രമിക്കണേ, എന്താണ് എൻ്റെ കാഴ്ച എന്നുള്ളത്. ഇത് അലൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനർജി ഡിഫറൻ്റ് ആവും, ഓർഗനൈസേഷൻ്റെ ട്രജക്ടറി മാറും. അതിൻ്റെ ഒപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും അതിൻ്റെ പ്രോസസ്സും കൂടി ഉണ്ടെങ്കിൽ ഇത് മൂന്നും കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇപ്പം ഞങ്ങൾ ആദ്യം ചിന്തിക്കുക, പലപ്പോഴും കൺസൾട്ടിങ് ഏരിയയിൽ വരുന്ന ആളുകൾ they think about process, they try to bring in some ഇത് ലാസ്റ്റ് ലെവലാണ്. യു ടു തിങ്ക് അബൌട്ട് ദി സ്പിരിറ്റ് ഫസ്റ്റ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നം ശരിയാണോ, അത് അതിന് ആവശ്യത്തിനുള്ള വലിപ്പമുണ്ടോ, അല്ലെങ്കിൽ അതിന് വലിപ്പം വളരെ കൂടുതലാണോ, പ്രാക്ടിക്കൽ അല്ലാത്ത ഒന്നാണോ, ഇതൊക്കെ നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യണം. അത് അതിനകത്തുള്ള എല്ലാവരും അലൈൻഡ് ആണോ എന്നുള്ള ഫസ്റ്റ് പോയിന്റാണ്. സെക്കൻഡ് പോയിന്റ് ഇസ് ദി മൈൻഡ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത് പലപ്പോഴും ഒരു സബ്ജക്റ്റീവായിട്ടുള്ള മാറ്ററാണ്, പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് ആ കൾച്ചറിലൂടെ അറിയാനായിട്ട് പറ്റും. Does traveling also help broaden horizon? ഇല്ലേ? വെരി മച്ച്. സത്യത്തിൽ നമ്മൾ I know you are an avid traveler. ഞാൻ എനിക്ക് 2005 വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് യാത്ര ചെയ്തിരുന്നു. പിന്നീട് ശരിക്കും ഒരു 10-25 രാജ്യങ്ങളെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കൾച്ചേഴ്സ് ആണെങ്കിലും ബിസിനസ് എഫിഷ്യൻസി ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കൊപ്പിത്തിയാം എന്ന് പറഞ്ഞ് നമ്മൾ സിംഗപ്പൂർ പോയി കഴിഞ്ഞ ഒരു കോഫി ഷോപ്പ് കാണാം. അവിടെ ഒരു ഒറ്റ ലേഡിയാണ് ഒരു പക്ഷേ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് ഹാൻഡിൽ ചെയ്യണം. അവർ എഗ്സ് ഉണ്ടാക്കും, കോഫി ഉണ്ടാക്കും, ബ്രെഡ്സ് എടുത്ത് കൊടുക്കും, ബില്ല് ചെയ്യും, ക്യാഷ് മേടിക്കും, എല്ലാം ചെയ്യും. ക്യൂ ആണ്, നീറ്റിന് ആൾക്കാർ നിൽക്കും. പക്ഷെ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് യു ക്യാൻ ആക്ച്വലി മാൻ ദിസ് തിങ്. ഒരു ഔട്ട്ലെറ്റ് യു ക്യാൻ റൺ വിത്ത് 1 person എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലത്തെ ഒത്തിരിയും സൊല്യൂഷൻസ് നമുക്ക് ശരിക്കും പുറത്തു പോയാൽ കിട്ടും. അവരുടെ എഫിഷ്യൻസിന്നും സിസ്റ്റംസിന്നും ഒക്കെ മനസ്സിലാവും. പിന്നെ ഇതൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ മനുഷ്യനൊരു ഓപ്പൺനെസ് വരുമല്ലോ. നമ്മൾ എല്ലാ ദിവസവും കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ടോട്ടലി മാറി എന്നുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒന്ന് ഇവിടെ നല്ല സമാധാനം ഉണ്ടാവും. ഇവനങ്ങ് പോയി കഴിഞ്ഞാൽ 10 ദിവസം സ്ഥാപനത്തിൽ മൂഡ് വളരെ പോസിറ്റീവ് ആയിരിക്കും. ചില കേസുകളിലും ഈ പറഞ്ഞ പോലെ ഹീ ക്യാൻ കം ബാക്ക് ലോട്ട് ഓഫ് ഐഡിയാസ് ആൻഡ് എനർജി. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് മാത്രമല്ല നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗം കൂടിയാണ് യാത്രകൾ എന്ന് തോന്നുന്നു. എസ്പെഷ്യലി പല ആളുകൾക്കും ബിസിനസ്സുകാർക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ദേ ഗെറ്റ് ബിസിനസ് ഐഡിയാസ് ഓൾസോ. ഇപ്പോൾ ചൈനയിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരുപാട് എമർജിങ് മാർക്കറ്റ്സിൽ പോയിട്ട് അവിടുത്തെ ബിസിനസ് മോഡൽസ് അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ ട്വിസ്റ്റോടുകൂടെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. So when you say, when you were speaking to me also, I was just trying to connect the dots. Okay, അപ്പോൾ അതിനകത്ത് we spoke about first having a vision, very powerful vision. അപ്പോൾ പലപ്പോഴും ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും ഈ വിഷൻ എന്ന് അലൈൻമെൻറ്റ് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ക്രോപ്പപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് ഹൗ വി ടേക്ക് കെയർ ഓഫ് അവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്, ഇതിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഒരുപാട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ ആ വിഷൻ ഫോം ചെയ്ത് കഴിഞ്ഞ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് യു നീഡ് ടു ഹാവ് എ കളക്റ്റീവ് കോൺഷ്യസ്നെസ് വിച്ച് ഇസ് യുവർ സപ്പോർട്ട് സിസ്റ്റം, റൈറ്റ്? അത് ശരിക്കും അതിനകത്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വി ഹെൽപ് ഡെവലപ്പ് ദാറ്റ് ഓർ ചേഞ്ച് ദാറ്റ് ഇഫ് നീഡഡ്. കറക്റ്റ്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദാറ്റ് ഇസ് ദി ഓർഡർ ആൻഡ് ദാറ്റ് ഇസ് കറക്റ്റ്. ഇങ്ങനെ തന്നെയാണോ അത് കാണേണ്ട രീതി? അതായത് യു നീഡ് എ ടീം. ബേസിക്കലി ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഈ വിഷൻ എന്നൊക്കെ പറയുന്നത്. അത് പലപ്പോഴും ആൾക്കാർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്കിപ്പം ചിലരുടെ ചിന്താഗതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ഓഫീസ് വേണം, അല്ലെങ്കിൽ ഇന്ന വണ്ടി വേണം, എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് യെസ്. ആൻഡ് വൺസ് യു റീച്ച് ദിസ് ദാറ്റ് ലെവൽ, പിന്നെ നിങ്ങളുടെ പർപ്പസ് എന്താ? അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്കൊരു മിഷൻ പോലെയാണ് ഒരു സംഗതി തുടങ്ങേണ്ടത്. അതിനൊരു നീഡ് സമൂഹത്തിൽ വേണം. വാട്ട് ആർ യു സെറ്റിംഗ് ഔട്ട് ടു അച്ചീവ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ആ കാര്യം ക്ലിയർ ആയിരിക്കണം. അതിനോട് എല്ലാവരും അലൈൻഡ് ആയിരിക്കണം. അതിനകത്തുള്ള ആളുകൾ അലൈൻഡ് ആയിരിക്കണം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് തിങ് അതിൻ്റെ ബിസിനസ് മോഡലാണ്. ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ ഫീസിബിലിറ്റി, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി രീതിയിൽ ഇത് വർക്കബിൾ ആണോ എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ചിലത് സ്കെയിലബിൾ ആവില്ല. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അതിന് ഒരു ഔട്ട്ലെറ്റ് കാണും, രണ്ടാമത്തെ തുടങ്ങി അവിടുത്തെ ഫുഡ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ് മോശമാവും. അപ്പോൾ ദെൻ ഇറ്റ് ഈസ് നോട്ട് സ്കെയിലബിൾ. അവിടുത്തെ ഒരു ഷെഫായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവും, അവനെ പിടിച്ച് ഇങ്ങോട്ട് നോക്കി ഇവിടുത്തെ ഫുഡ് മോശമാവും. അപ്പോൾ ചിലത് സ്കെയിലബിൾ മോഡൽസ് ആവും, ചിലത് ആവത്തില്ല, ചിലത് പ്രോഫിറ്റബിൾ ആവും, ചിലത് ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും. ആ മോഡൽ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ക്യാഷ് ഫ്ലോയും ക്യാപിറ്റലും ഇത് കൃത്യമായിട്ട് നമ്മൾ കണ്ട് വെച്ചോണം. അതിൻ്റെ ഒരു പ്രൊജക്ഷൻ പോലത്തെ ഒരു കാര്യം ചെയ്യണം. ടീം വേണം. പിന്നീട് പിന്നെ ഈ ഇത്രയും സംഗതി ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കുറേ കൂടി എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പ്രോസർ ഉണ്ടാക്കലും
അല്ലെങ്കിൽ അതിൻ്റെ മോഡൽസ് ഡിസൈഡ് ചെയ്യില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. ഈ ബ്രോഡായിട്ടുള്ള സംഗതികൾ പലപ്പോഴും നമ്മൾ ആദ്യമേ തീരുമാനിക്കുകയാണ് നല്ലത്. സാധാരണ എന്താണെന്ന് വെച്ചാൽ ആളുകൾ വെള്ളത്തിൽ വീണിട്ടാണ് നീന്തൽ പിടിക്കുന്നത്. ഇപ്പോൾ മോഡലും അത് പിന്നെ വിഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അതൊരു രീതിയാണ്. ഞാൻ പറഞ്ഞു, ചിലർക്ക് ഇതും കൃത്യമായിട്ട് നാച്ചുറലായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് സക്സസ്ഫുൾ ആയതിനു ശേഷം പിന്നീട് ഈ കറക്ഷൻസ് ചെയ്യുന്നവരും ഉണ്ട്. ഒരു പോയിന്റ് എത്തുമ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ആ സ്കെയിലബിലിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ദേ വിൽ നീഡ് ടു റീവിസിറ്റ് ഓൾ ദീസ് തിങ്സ്. അങ്ങനത്തെ ആളുകളുണ്ടാവും. ചില കേസുകളിൽ ഈ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന അല്ലെങ്കിൽ തേർഡ് ജനറേഷനിൽ വരുന്ന ആളുകളാണ് ഇത് ചെയ്യേണ്ടി വരിക. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, അവർക്കൊരു കൾച്ചർ ഉണ്ടാവും, അവർക്കൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും. ഇതിൻ്റെ ഒപ്പം തന്നെ കുറേ പഴയ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഈ സെക്കൻഡ് ജനറേഷനിലേക്ക് വരുന്ന ആളെ എന്താ ചെറുപ്പത്തിൽ എടുത്തു നടന്ന ഒരാളായിരിക്കും ഇവൻ്റെ മാനേജർ. പുള്ളിയോടൊരു കാര്യം പറയും, മോനെ അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പക്ഷേ ഈ പറയുന്ന സംഗതിയിൽ ചിലപ്പോൾ ചില പോയിന്റിൽ ദേ വിൽ ബ്രിങ് ന്യൂ എനർജി ഇൻ ടു ദ സിസ്റ്റം, ദേ വിൽ ബ്രിങ് എ ടീം, ദേ വിൽ റീവിസ് ദ ഹോൾ തിങ്. അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പോൾ എനിവെയർ ഇൻ ദ ബിസിനസ് ജേർണി യു ക്യാൻ ഡു ദിസ് പ്രോസസ്. ഓക്കെ, brings me to a very personal question. You're free to not answer if you're not comfortable. ജിംസൺ ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിലെ ലോവസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ആൻഡ് ഹൗ ഡിഡ് യു കം ബാക്ക് ഫ്രം ഇറ്റ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബിഗസ്റ്റ് ഹോം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടായത് ശരിക്കും 2017 മെയ്യിലാണ്. എനിക്ക് 2 മക്കളായിരുന്നു. മൂത്ത മകള് 2017 മെയ്യിൽ മരിച്ചു. പെട്ടെന്നാണ് ഉണ്ടായത്. പുള്ളിക്കാരി ചെറിയ ബ്രോങ്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഷീ വാസ് ഓൾ റൈറ്റ്. പുള്ളിക്കാരി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞ് ഓഫീസിൽ പോകുന്നു. അവിടെ ഓഫീസിൽ നിന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്ന് ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ ഇവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഐ ടുക്ക് ഹർ ടു ദ ഹോസ്പിറ്റൽ. ഓൺ ദ വേ ഐ ലോസ്റ്റ് ഹർ. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിങ്ക് ചെയ്യാൻ പെട്ടെന്ന് സിങ്ക് ചെയ്യുന്നൊരു കാര്യമല്ല. നമുക്ക് ഇറ്റ് ഹിറ്റ് മീ ഹാർഡ്. കുറച്ച് ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഐ വാസ് നോട്ട് ഈവൻ റെക്കോർഡിങ് വാട്ട് വാസ് ഗോയിങ് അറൗണ്ട് മീ. അപ്പോൾ ഐ വാസ് വെരി ക്ലോസ് വിത്ത് ഹർ. എല്ലാ ദിവസവും ഈ പറഞ്ഞ 9 മണിക്ക് കഥ പറഞ്ഞ് കിടന്ന് പാട്ട് പാടി ഉറങ്ങുന്ന ഒരു രീതിയാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ബട്ട് ഐ വാസ് ടെല്ലിങ് പീപ്പിൾ ദാറ്റ് ഐ വിൽ കം ബാക്ക്. ഇറ്റ് ടുക്ക് സം ടൈം, റിയൽ ടൈം. അതിലാണ് എൻ്റെ ആരോഗ്യം ശരിക്ക് സീരിയസ്ലി എഫക്റ്റഡ് ആയത്. കുറച്ച് നാൾ സത്യം പറഞ്ഞ് ഈ മെറ്റബോളിക് സിൻഡ്രോം, ഉറക്കക്കുറവ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അതിന്ന് പുറത്ത് കിടക്കുന്നത്. ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 ഇരട്ടി ജോലി ചെയ്യുമായിരുന്നു. അപ്പം രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ അത്രയും അവസ്ഥയായി കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടും. അപ്പം ഫിസിക്കലായിട്ടുള്ള എക്സർഷനും ചെയ്യും, മെൻ്റൽ എക്സർഷനും ചെയ്യും, ജോലിയും ചെയ്യും. അപ്പോൾ ആ ഒരു പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞൊരു ബേൺ ഔട്ട് പോലത്തെ ഒരു സംഗതി, കാരണം അത് ആ സമയത്ത് അങ്ങനെയാണ്. വെൻ യു ഗോ ഇൻ ടു ഡീപ് സോറോ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആ പീരീഡ് കഴിഞ്ഞപ്പം പിന്നീട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നമ്മൾ തീയിൽ കുറുക്കുക എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചുകൊണ്ട് ആ അവസ്ഥകളിലൂടെ പോകുന്നവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റും. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഞാനിത് ഇതിൽ നിന്നും ഇഫ് ഐ വുഡ് സം അപ്പ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ what I would take from you is the absolute clarity that you have, and discipline is your biggest ally എന്ന് വേണം പറയാനായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കൈമുതലും. Having that discipline cultivates the clarity of mind and focus that you need to address things with conviction, to move forward. ഈ പറയുന്ന പോലെ to challenge limits. നമ്മുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും കേപ്പബിൾ ആവുന്നത് നമ്മുടെ ഡിസിപ്ലിൻ കാരണമാണ്. And thank you, Cheta, for this wonderful conversation. Always when we speak, when we have these conversations, I always take back something with me. അത് ചേട്ടൻ്റെ ആ ഒരു contrarian mindset, it never fails to amaze me, but at the same time you speak with a lot of conviction, clarity, and you are someone who's put it to practice. You walk the talk. So thank you for sharing your time with us on the show. പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഫൗണ്ടേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്കും വി ഹാവ് എ പ്രാക്ടീസ് ഹിയർ. അതായത് നമ്മൾ തരുന്ന ഈ ജേർണലിൽ യു റൈറ്റ് എ സ്മോൾ നോട്ട്. ആ നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ വ്യൂവേഴ്സ് ഓർ മീ, ഇറ്റ് ഈസ് ടു എ യങ് ജിംസൺ ഡേവിഡ്. ടുഡേ വാട്ട് വുഡ് യു ടെൽ ഹിം? Imagine that he's starting out on his journey. Maybe that Jimson is cut out for a different path, not a professional consultant like you, but then what would you tell him? എന്നുള്ളതാണ്. Right, I'll hand over the journal to you. Thank you for your time. Thank you, sir.